ഹായ് നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസിൻ്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്ന് അറിയപ്പെട്ടിരുന്ന പാഠശാല ഏതാണ്? കാന്തള്ളൂർ ശാലയാണ് ദക്ഷിണേന്ത്യയിലെ നളന്ദ എന്ന് അറിയപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കാന്തള്ളൂർ ശാല സ്ഥാപിച്ചത് ആരാണ്? കരുനന്തടക്കൻ ആണ് കാന്തള്ളൂർ ശാല സ്ഥാപിച്ചത്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ അശോകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവാണ് കേരളത്തിലെ അശോകൻ എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച അറബ് സഞ്ചാരി ആരാണ്? ഇബൻ ബത്തൂത്തയാണ്. ഏകദേശം 6 തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതാണ്? ഐതരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട. ഏഴാമത്തെ ചോദ്യം, മലബാർ മാനുവൽ രചിച്ചത് ആര്? വില്യം ലോഗനാണ് മലബാർ മാനുവൽ രചിച്ചത്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൊന്നാനിയാണ് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്നത്. ഒൻപതാമത്തെ ചോദ്യം, സംഘകാലഘട്ടത്തിൽ കുന്നിൻ പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കുറിഞ്ഞി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പത്താമത്തെ ചോദ്യം, സംഘകാലഘട്ടത്തിൽ വനപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? മുല്ലൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 11ാമത്തെ ചോദ്യം, സംഘകാലഘട്ടത്തിൽ സമതലങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സംഘകാലഘട്ടത്തിലെ സമതലങ്ങൾ അറിയപ്പെട്ടിരുന്നത് മരുതം എന്ന പേരിലായിരുന്നു. 12ാമത്തെ ചോദ്യം, സംഘകാലഘട്ടത്തിൽ വരണ്ട പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? പാലൈ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. സംഘകാലഘട്ടത്തിൽ തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? നെയ്തൽ എന്ന പേരിലാണ് സംഘകാലഘട്ടത്തിൽ തീരപ്രദേശങ്ങളെ അറിയപ്പെട്ടിരുന്നത്. 14ാമത്തെ ചോദ്യം, മധ്യകാല കേരളത്തിൽ നാട്ടുരാജ്യങ്ങളെയും രാജവംശങ്ങളെയും അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 15ാമത്തെ ചോദ്യം, മധ്യകാല കേരളത്തിൽ കൊട്ടാരക്കര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലായിരുന്നു? ഇളയിടത്ത് സ്വരൂപം. 16ാമത്തെ ചോദ്യം, മധ്യകാല കേരളത്തിൽ തിരുവിതാംകൂർ കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലായിരുന്നു? തൃപ്പാപ്പൂർ രാജവംശം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 17ാമത്തെ ചോദ്യം, മധ്യകാല കേരളത്തിൽ കൊച്ചി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? പെരുമ്പടപ്പ് സ്വരൂപമായിരുന്നു കൊച്ചി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നത്. 18ാമത്തെ ചോദ്യം, മധ്യകാല കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രമായി ഭരണം നടത്തിയ രാജവംശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലായിരുന്നു? നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിലാണ് കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത്. 19ാമത്തെ ചോദ്യം, കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഒരേയൊരു മുസ്ലിം രാജവംശം ഏതാണ്? അറയ്ക്കൽ രാജവംശമായിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന മുസ്ലിം രാജവംശം. 20ാമത്തെ ചോദ്യം, കൊല്ലവർഷത്തിന് ആരംഭം കുറിച്ചത് ആരാണ്? രാജശേഖരവർമ്മനാണ് കൊല്ലവർഷത്തിന് ആരംഭം കുറിച്ചത്. കേരള ചരിത്രത്തിൽ നിന്നുമുള്ള 20 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരമാകുമെന്ന് ഉറപ്പുണ്ട്. ഇനി വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.